അസ്സലാമലൈക്കും. എല്ലാവർക്കും പാത്തോസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബാക്കി വന്ന ചോറ് കൊണ്ട് നല്ല അടിപൊളി ക്രിസ്പി മുറുക്കാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. മുറുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊട്ടുകടല എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാക്കണം. അപ്പോൾ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ടെങ്കിൽ 1/2 കപ്പ് പൊട്ടുകടല എടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. കൂടുതൽ ടൈം വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. ഒന്ന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് ആറിയതിന് ശേഷം ചെറിയ ചൂടോടുകൂടി തന്നെ ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇപ്പോൾ പൊടിച്ചതിന് ശേഷം നമ്മൾ ആദ്യം അരച്ച് വെച്ചിരിക്കുന്ന ചോറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മറ്റ് ചേരുവകളോട് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ എള്ള്, കുറച്ച് കായപ്പൊടി, എന്നിവ ചേർത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് യോജിപ്പിച്ചെടുക്കുക. 1 കപ്പ് ചോറെടുക്കുന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പൊട്ടുകടല എടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മെഷർമെൻറ്റ് കപ്പില്ലെങ്കിൽ ഗ്ലാസ് എടുത്താലും മതി. അപ്പോൾ 1 ഗ്ലാസ് ചോറാണെങ്കിൽ 1/2 ഗ്ലാസ് പൊട്ടുകടല എടുക്കുക. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സേവനാഴിയിൽ ഇട്ട് കൊടുക്കാം. ഇതിലൊരൽപ്പം ഓയിൽ തടവിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ചെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഉള്ളും പുറമൊക്കെ നന്നായിട്ട് പൊരിച്ചെടുക്കുക. ഉള്ളും പുറമൊക്കെ നന്നായിട്ട് പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.